അങ്ങനെ പ്രേമല കണ്ടു. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏടിയാണ്. അതായത് മൂപ്പരെ മുന്നത്തെ സിനിമകൾ നോക്കിയാൽ തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ഷാനൊക്കെ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. സോ അതേ ഒരു മൂഡ് തന്നെയാണ് ഈ ഒരു പടവും. അത് നിങ്ങൾക്ക് അറിയാം. അത് ഈ നെസ്ല മാത്യൂസ് എന്ന് പറഞ്ഞ ഈ യങ്സ്റ്റേഴ്സിന്റെ ടീമിന്റെ പടമൊക്കെ അങ്ങനത്തെ ഒരു പടമാണ്. അതായത് ഭയങ്കര ഒരു ഫൺഫിൽഡ് ആയിട്ടുള്ള പടങ്ങൾ തന്നെയായിരിക്കും. സോ അതേ ഒരു മൂഡ് പടം തന്നെയാണ് ഈ പ്രേമല എന്ന് പറഞ്ഞ പടം. സോ ഈ സൂപ്പർ ഷാനിയ, ജോയ് ആൻഡ് ജോയ്, തണ്ണീർമത്തൻ ദിനങ്ങൾ അങ്ങനത്തെ മൂടുള്ള പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടം. നല്ല ഒരു ഫൺഫിൽഡ് റൈഡ് തന്നെയായിരുന്നു ഈ പടം. സോ കാര്യമായിട്ടുള്ള കാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നെസ്ലനും പിന്നെ അമിതാഭ് ബൈജു ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ അവർ തമ്മിൽ റൊമാൻസും കാര്യങ്ങളിലാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അവർ തമ്മിൽ കെമിസ്ട്രിയും കാര്യങ്ങളും നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പടത്തിൽ. സോ നല്ല രീതിക്ക് വർക്കൗട്ട് ആയതിനെ കൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര കണക്റ്റ് ആവും. അവരെ കോമഡീസും കാര്യങ്ങളും കൗണ്ടറെല്ലാം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമ്മൾ കണക്റ്റ് ആവും. നമ്മൾ അത്രക്കും മുഴുകിയിരുന്നു. അങ്ങനത്തെ രീതിക്കുള്ള ആക്ടിങ് സ്കിൽസ് രണ്ടാളും പുറത്തിട്ടുണ്ട്. നെസ്ലിൻ്റെ പെർഫോമൻസ് ഭയങ്കര പൊളി തന്നെയായിരുന്നു. സോ ഈ രണ്ട് ആൾക്കാർ മാത്രം ഈ പടത്തിലുള്ളതിനെ കൊണ്ട് കഥ മുമ്പോട്ട് പോയി ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിൻ്റെ അപ്പുറം കുറേ അധികം കാസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇത് സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, പിന്നെ അഖില ഭാർഗവൻ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നത്. സോ അവരും കൂടി ഉള്ളതിനെ കൊണ്ട് തന്നെ ഈ പടം മുമ്പോട്ട് പോയതെന്ന് വേണം പറയണം. അതായത് ഈ ഹോൾ ക്യാരക്ടേഴ്സൊക്കെ അവരെ പീക്കിൽ അവർ പെർഫോമൻസ് ആയി പടത്തിൽ എടുത്തിട്ടുള്ളത്. അത് ഭയങ്കര നാച്ചുറലി ഇവർ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കോമഡീസും കാര്യങ്ങളും കൗണ്ടറെല്ലാം തന്നെ നമുക്ക് കണക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എൻജോയ് ആയിട്ട് പടം മുമ്പോട്ട് കാണാം. അതായത് കോമഡി സീൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് സിറ്റുവേഷൻ അനുസരിച്ചാണ് ഈ ഒരു കോമഡി വരുന്നത്. അത് സിറ്റുവേഷൻ മാത്രമല്ല, പിന്നെ ഇവർ പറയുന്ന ഡയലോഗ്സ് പോലെ, അതായത് ഇവർ പറയുന്ന ഡയലോഗിൽ കൗണ്ടർ അടിക്കുന്ന കുറേ കാര്യങ്ങളും വരുന്നുണ്ട്. സോ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പടത്തിൽ. ആ ഒരു കാര്യമൊക്കെ നല്ല ഇരിക്കുന്ന വർക്കൗട്ട് ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ കോമഡി ഭയങ്കര കണക്റ്റ് ആവും. സോ പേഴ്സണൽ എല്ലാവർക്കും ഈ കോമഡി കണക്റ്റ് ആവണമെന്നില്ല. ഇപ്പം നമ്മളീക്കുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല ഇരിക്കുന്ന റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അത് സംസാരിക്കുന്നത്. സോ അങ്ങനത്തെ നമുക്ക് റിലേറ്റബിൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ കൊണ്ട് നമുക്ക് വേഗം പടം കണക്റ്റ് ആവും. അപ്പോൾ നമുക്ക് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പടം അങ്ങോട്ടേക്ക് ഫുള്ളി ഒരു എൻജോയിങ് കഴിഞ്ഞാൽ ഫൺ ഫീൽഡ് റൈഡ് തന്നെ ആയിരിക്കും. അത് പടം തുടക്കം തൊട്ട് അവസാനിക്കുന്ന വരെ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അങ്ങനത്തെ രീതിക്കാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കോമഡി കണക്റ്റ് ആയ പിന്നെ ഒന്നും നോക്കാനില്ല, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഗിരീഷ് ഏടിൻ്റെ മുമ്പത്തെ പടങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇവരെ പീക്ക് ലെവൽ പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. നെൽസൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത്. പിന്നെ അമിതാഭ് ബൈജു അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നു. അമിതാഭ് ബൈജുവിൻ്റെ ഈ നെൽസൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ സീക്വൻസ് നൈസ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സംഗീത് പ്രതാപ്. സംഗീത് പ്രതാപിൻ്റെ ക്യാരക്ടർ എക്സ്ട്രോർഡിനറി. മൂപ്പര് വന്നപ്പോൾ പിന്നെ ആ ഒരു കഥേൻ്റെ ടെറേഞ്ചിനെ ചേഞ്ച് ആണ്. പെട്ടെന്ന് മൂപ്പര് കഥയിലേക്ക് വന്ന് പിന്നെ ആ ഒരു മാറിപ്പോണ്ട്. അതായത് ഹൈദരാബാദിലാണ് ഈ കഥ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഗിരീഷേൻ്റെ മുമ്പത്തെ സിനിമ പോലെ തന്നെ വരേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നുന്നുണ്ട്. അത് ഈ പ്ലേസൊക്കെ മാറിയത് കൊണ്ടാവാം. അതായത് ഹൈദരാബാദിലേക്ക് വന്നപ്പം ഒരു ജേണിയാണ് ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്തത്. ഈ ജേണിയിൽ ഉണ്ടാകുന്ന ഒരു രസകരമായ കോമഡിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത്. സോ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. മുമ്പത്തെ പടങ്ങൾ പോലെ നമുക്ക് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ കഴിയില്ല. നല്ലൊരു ഫ്രഷ് പടമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് സൈഡ് റോളായിട്ട് നിങ്ങൾക്ക് മാറ്റ് വരുന്നുണ്ടെന്ന് അറിയാം. ട്രെയിലർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മാറ്റുവിൻ്റെ റോളാണ് എനിക്ക് കുറച്ചൊരു ബാക്കൗട്ട് അടിച്ച പോലെ. അതായത് മൂപ്പർക്ക് കിട്ടിയ ആ റോള് ശരിക്കും പറഞ്ഞാൽ വേറെ ആരെങ്കിലും ചെയ്താലും പ്രശ്നമില്ലാത്ത രീതിയിലേക്കുള്ള ഒരു റോൾ തന്നെയായിരുന്നു. അതായത് മാറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ റോള് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ റോള് ശ്രദ്ധിക്കില്ല. സോ മാറ്റിക്ക് തിളങ്ങാനുള്ളൊരു സ്പേസ് ആ ഒരു റോള് കിട്ടിയില്ല. സോ മാറ്റ് വന്ന സമയം നല്ലതായിരുന്നു, പക്ഷേ ആ ഒരു റോള് മൂപ്പർക്ക് തിളങ്ങാനുള്ള സ്പേസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മൂപ്പരെ പൊളിച്ചേനെ. സോ മൂപ്പർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. ബട്ട് വേറെ ആൾ ചെയ്താലും അത് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എനിക്ക് തോന്നിയില്ല മാറ്റ് ചെയ്ത റോള്. സോ പെർഫോമൻസ് വൈസ് ഞാൻ പടം മുമ്പോട്ട് പോകുന്നു. പിന്നെ അവർ പറഞ്ഞ ഡയലോഗ് നാച്ചുറലി ഭയങ്കര തന്നെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന സംഭവം അതിനെ കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്യും. സോ സിനിമയുടെ പക്ക ഫ്ലോയിലാണ് പോകുന്നത്. കുറച്ച് നല്ല ഫാസ്റ്റ് ബേസിൽ പോകുന്നുണ്ട് പടം. സോ നല്ല രീതിക്ക് നമുക്ക് കണക്റ്റ് ആവും. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കേട്ടോ, ഇതിനകത്തുള്ള എല്ലാ പാട്ടും കിടിലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പൊളിയാണ്. ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന ബീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അല്ല അടിപൊളി തന്നെയായിരുന്നു. സോ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ സോങ്സും അടിപൊളി തന്നെയായിരുന്നു. എസ്പെഷ്യലി മഹാറാണി എന്തോ ഒരു പാട്ടുണ്ട് ഇതിനകത്ത്, അതൊക്കെ നൈസ് തന്നെയായിരുന്നു. പിന്നെ കുട്ടിക്കുടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ എല്ലാ പാട്ടും അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും നല്ലൊരു ഫൺഫിൽഡ് മൂവി ആയിട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് നെഗറ്റീവ് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ കോമഡിയും കൗണ്ടേഴ്സൊക്കെ വരുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഇവർ ഓവർ ആകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ ഇവർ നല്ല ഇരിക്കുന്നത് കൺട്രോൾ വെച്ച് ചില സ്ഥലത്തൊക്കെ ഇവർ ഓവർ ആകുന്ന സീൻസൊക്കെ ഉണ്ട്. സോ അതൊക്കെ ചിലർക്ക് പിടിക്കണമല്ലോ. എനിക്ക് ചില സീൻസൊക്കെ അങ്ങനെ തോന്നി. പക്ഷേ അത് വേഗം തന്നെ അവർ ആ സീൻസൊക്കെ നല്ല ഇരിക്കുന്ന സോർട്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതാണ് എനിക്ക് നെഗറ്റീവായി പറയാനുള്ളത്. പക്ഷേ ഇവർ കോമഡീസും കാര്യങ്ങളും നല്ല ഇരിക്കുന്ന കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അധികം കാര്യങ്ങളും. അതായത് എവിടെന്നെങ്കിലും ഒരു പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് എവിടെയെങ്കിലും ചെറുങ്ങനെ പിഴച്ച് പോയിട്ടുണ്ടെങ്കിൽ സംഭവം മൊത്തം തീർന്നേനെ. അതായത് ഡയലോഗ് പറയുന്ന ആയാലും എല്ലാം കൊണ്ടും കോമഡി ആയാലും നമുക്ക് കണക്റ്റ് ആവണം. സോ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ പടം മൊത്തം പോയി അങ്ങനത്തെ ഇരിക്കാനാണ്. സോ ഈ പടം നല്ല ഇരിക്കുന്ന ഒരു ഫൺഫിൽഡ് റൈഡായിട്ട് തോന്നി. എനിക്ക് നെൽസൻ്റെ മുന്നത്തെ പടം ഏതാണെന്ന് ഞാൻ കണ്ടത് 18+ ആണെന്ന് തോന്നുന്നു. സോ 18+നെക്കാട്ടും നല്ലൊരു പെർഫോമൻസ് ചെയ്തത് കാഴ്ചവെച്ച പോലെ എനിക്ക് തോന്നി. നല്ലൊരു പടം തന്നെയാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.